ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദൃശ്യം വ്ളോഗ്. ഇന്ന് ഞങ്ങൾ 9 പേരും കൂടെ ചേർന്ന് ഒരു ട്രിപ്പ് പോയി. ബ്ലൂ ഗ്രോട്ടോയിലേക്കാണ് പോയത്. ബ്ലൂ ഗ്രോട്ടോ എന്ന് പറയുന്നത് മാൾട്ടയിലെ ഒരു പ്ലേസാണ്. വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് പ്ലേസാണ് ബ്ലൂ ഗ്രോട്ടോ എന്ന് പറയുന്നത്. ഞങ്ങൾ പനോരമ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. അതായത് ബ്ലൂ ഗ്രോട്ടോനെ പിറകിലത്തെ സ്റ്റോപ്പിലാണ്. കാരണം അവിടം തൊട്ട് നമുക്ക് ഒരുപാട് വ്യൂസ് കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഒരു ബ്രിഡ്ജ് വഴി ഞങ്ങൾ താഴേക്ക് ഇറങ്ങാണ്. ഈ സീയിൽ, അതായത് സീ ഇവിടം തൊട്ടേ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. ഇവരൊക്കെയാണ് ഞങ്ങളെ കൂടെ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പിറകുന്നും ഫ്രണ്ടിൽ എല്ലാം ക്യാമറ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ, കണ്ടോ, നല്ല അടിപൊളി വ്യൂ അല്ലേ. ബീച്ചൊക്കെ നല്ല രസമാണ്. ബ്ലൂ ഗ്രോട്ടോ എന്ന് പേര് വന്നാൽ ചിലപ്പം നല്ല ബ്ലൂ കളറിലുള്ള വെള്ളം കേട്ടോ. കണ്ടോ, എവിടെ കണ്ടോ, നല്ല ഈ കേവ്സാണ് ഇത്. ഇത് നമ്മൾ ബോട്ടിങ്ങിന് വരുമ്പം ഈ കേവ്സിനുള്ളിൽ കൂടെ നമുക്ക് ബോട്ടിങ് ചെയ്യാം. കാരണം ബോട്ടിങ് ചെയ്യുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. അത് ഗ്രോട്ടോൻ്റെ ആ സൈഡിൽ നിന്നാണ്. അവിടെ നിന്ന് ഞങ്ങൾ റിട്ടേൺ കയറി വന്നിട്ട് ഒരു ചേട്ടൻ ഒരു പരുന്തിനെ വെച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പരുന്തിനെ കയ്യിലെടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എത്ര യൂറോ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, യൂറോ നിങ്ങൾ ഇതൊരു ഡൊണേഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ഞങ്ങളെല്ലാവരും അതിനെ കയ്യിലെടുത്തു. ഞങ്ങളൊരു ഡൊണേഷന് ആ ചേട്ടന് കൊടുത്തു. അവിടെ ഞങ്ങൾ വീണ്ടും നടന്ന് ബ്ലൂ ഗ്രോട്ടോയിലേക്ക് നടക്കുവാണ്. അങ്ങനെ നടക്കുമ്പോൾ കണ്ടോ, നിങ്ങൾ സൈഡിൽ കണ്ടോ, നല്ല വ്യൂ അല്ലേ. ഇതിലെ ബോട്ടിങ്ങിന് പോകുമ്പം അതിലും അടിപൊളിയാണ് കേട്ടോ. പെർ പേഴ്സൺ എന്തോ 10 യൂറോ സംതിങ് ആണ്. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ പോവാതെ ഒരു കുറുക്ക് വഴി കൂടെ പോയി. കണ്ടോ, നല്ല രസമല്ലേ. ഈ കല്ലുകളൊക്കെ നല്ല സെറ്റാക്കി വെച്ചേക്കുന്നത് കാണാൻ. നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ ഇപ്പം വിൻ്റർ തുടങ്ങിയത് കാരണം ഭയങ്കര കാറ്റാണ്. നമ്മൾ പിറകോട്ട് പോകുന്ന രീതിയിൽ നല്ല കാറ്റുണ്ട്. നിങ്ങൾക്ക് കാണാം, എൻ്റെ ഫ്രണ്ട് വ്യൂ കാണിക്കുമ്പോൾ കാണാൻ നല്ല കാറ്റുള്ളത്. അങ്ങനെ ഞങ്ങൾ കണ്ടോ, താഴെ കണ്ടോ, മെയിൻ റോഡാണ്. അതുവഴിയും വരാം. പക്ഷേ ഞങ്ങൾ ഷോർട്ട് കട്ട് വഴി വന്നുകൊണ്ട് കുറച്ച് നടക്കാനുള്ളൂ. ഇതൊക്കെ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നടന്നു മെയിൻ റോഡിലെത്തി. നിങ്ങൾക്ക് കാണാം, സൈഡ് കണ്ടോ, ബീച്ചിൻ്റെ സൈഡൊക്കെ കാണാം. അവിടെ അതൊരു വില്ലേജാണ്. ആ വില്ലേജിൻ്റെ സൈഡിൽ കൂടെ താഴോട്ട് പോകണം. നമുക്ക് താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ സ്കൂബ ഡൈവിങ് ചെയ്യുന്ന സ്ഥലവും ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലവും കാണാം. കണ്ടോ, അവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും. അവർ മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് സ്പെഷ്യൽ ഡിഷസ് ഏതാന്നൊക്കെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഈ ഒരു വഴി കൂടെ താഴോട്ട് പോകുമ്പം നമ്മൾ ബീച്ചിൻ്റെ കുറച്ചും കൂടെ അടുത്തെത്തി. കണ്ടോ, ബോട്ട് പോകുന്ന കണ്ടില്ലേ. ഇതാ ഒരു ചേട്ടൻ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്തിട്ട് ആകെ നനഞ്ഞ് കുളിച്ച് വരികയാണ്. അവിടെ ഞങ്ങൾ കണ്ടോ, നല്ല അടിപൊളി വെള്ളമല്ലേ ഇത്. നല്ല ബ്ലൂ കളറാട്ടോ. ഇത് നമ്മൾ സൺലൈറ്റ് അടിക്കുമ്പോൾ ഈ വെള്ളം ഭയങ്കര തിളങ്ങും കേട്ടോ. നല്ല ഷൈനിങ് ആണ്. കണ്ടോ, 2-3 പേര് സ്കൂബ ഡൈവിങ് ചെയ്തിട്ട് ആ വെള്ളത്തിനകത്തുണ്ട്. ഇത് പഠിക്കാൻ വരുന്നവരുണ്ട്, ഒരു ഇൻസ്ട്രക്ടറും ഉണ്ട്, അവരെ കൂടെ അല്ലാതെ പഠിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ബോട്ടിങ്ങൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് അങ്ങോട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം കടൽക്കാറ്റൊക്കെ കൊണ്ടു. കണ്ടോ, 2-3 പേരുണ്ടോ വെള്ളത്തിൽ. അവർ സ്കൂബ ഡൈവിങ് ചെയ്യുന്നവരാണ്. ഇതാ ഇനി അടുത്ത ട്രിപ്പ് ഇറങ്ങാൻ പോവാണ്. 3 പേരുണ്ട്. ഇതിലൊരാൾ ഇൻസ്ട്രക്ടറാണെന്ന് തോന്നുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടായിരുന്നു. അപ്പം നമുക്ക് ചെയ്യാവോ എന്നറിയത്തില്ല, ചിലപ്പം നമുക്കും ചാൻസ് കാണുമായിരിക്കും. ഞങ്ങൾ ചോദിച്ചൊന്നുമില്ല. എന്തായാലും അവർ 2 പേരും കൂടെ ആദ്യം വെള്ളത്തിലോട്ട് ചാടി. പിന്നെ അടുത്ത ആൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവർക്കും കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര വിശപ്പൊക്കെ അടിച്ചു. വിശപ്പടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, എന്തായാലും ഇവർ വെള്ളത്തിൽ ചാടട്ടെ, എന്നിട്ട് നമുക്ക് സ്നാക്സൊക്കെ കഴിച്ചിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ 3-ാമത്തെ ആളും വെള്ളത്തിലേക്ക് ചാടിയതാണ്. കണ്ടോ, ഇത് നമ്മൾ അവിടെ ഈ സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ വേവ്സ് കാരണം നമ്മളെ മേലെല്ലാം നനയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ചെറിയ രീതിയിൽ സ്നാക്സ് ഫുഡൊക്കെ തട്ടി. കുറച്ച് പേര് ബിസ്ക്കറ്റും അതേപോലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഞങ്ങൾ റീൽസൊക്കെ എടുത്തു. ജിൻചേട്ടനാണ് ഞങ്ങൾക്ക് റീൽസ് എടുത്ത് തന്നത്. ചേട്ടൻ്റെ ഭയങ്കര നല്ല അടിപൊളി ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ, അത് പറയാതെ രക്ഷയില്ല.
അവിടെ നിന്ന് ഞങ്ങൾ റീൽസൊക്കെ ചെയ്തു കഴിഞ്ഞു ക്ഷീണിച്ച് 1 കിലോമീറ്റർ നടക്കണം ഇനി. ബ്ലൂ ഗ്രോട്ടോയിൽ നിന്നു. പിന്നെ ഞങ്ങൾ ബസ് നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് നടക്കാമെന്ന് പറഞ്ഞു 1 കിലോമീറ്റർ വീണ്ടും നടന്നു തുടങ്ങി. എല്ലാവരും ക്ഷീണിച്ചാകെ വെയിൽ കൊണ്ട് ക്ഷീണിച്ചു. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.